5-6 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു സുപ്രഭാതത്തിൽ ഞാൻ മനസ്സിലാക്കി അവന് ഇംഗ്ലീഷിൽ ഒരു നോളജും ഇല്ല. ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് പ്രേമം സിനിമ ചാനലിൽ വന്ന സമയമാണ്. ഒരു ദിവസം ഞങ്ങൾ പകൽ ഇതെല്ലാവരും കൂടി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉത്തരപ്പടിയിൽ ചോക്ക് കൊണ്ട് മലരെന്നെഴുതിയ ഒരു സീൻ അതിലുണ്ട്. ഈ മലരെന്നെഴുതിയത് ഇവൻ വായിച്ചത് മലബാർ എന്നാണ്. അപ്പോൾ ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ ഇതൊക്കെ എനിക്ക് സിമ്പിളാണെന്നുള്ള മട്ടിൽ വലിയ സ്റ്റൈലിലിരിക്കുക. അന്ന് വൈകുന്നേരം ഇവൻ്റെ ഇംഗ്ലീഷ് ബുക്സ് എല്ലാം എടുത്തിട്ട് ഞാൻ അവനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കുറച്ച് ഗ്രാമറെല്ലാം ചോദിച്ചു. ഒരു പിടുത്തവും ഇല്ല. ഈസും ബോസും ചേർക്കാൻ പോലും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി ഞാൻ വൈഫിനോട് ആലോചിച്ചിട്ട് പിറ്റേ ദിവസം ഇവൻ്റെ സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. 10ാം ക്ലാസ് ആണല്ലോ, അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള വർഷമാണ്. അപ്പോൾ ഒന്ന് കണ്ട് പറയണം എന്ന് കരുതി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു, പോകാനുള്ള തയ്യാറെടുപ്പിലായി. എന്നാൽ പോകുന്നതിന് മുമ്പ് ഒരു ചായയും കൂടി കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാനപ്പോൾ വീട്ടിലും ഒക്കെ ഇരുത്തിരി തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു തമാശയ്ക്ക്, വെറുതെ ഒരു തമാശയ്ക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു, എടി മാങ്ങാണ്ടി മോറി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചായ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഇവള് പെട്ടെന്നാണ് ഈ മാങ്ങാണ്ടി മോറി എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചത്. മാങ്ങാണ്ടി മോറി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, മാങ്ങാണ്ടി പോലെ സുന്ദരമായ മുഖത്തോട് കൂടിയവൾ. ഇവളുടെ മുഖത്ത് ഇല്ലാത്ത ഭാവങ്ങളൊന്നുമില്ല. ഞാൻ കണ്ടത് ദേഷ്യം മാത്രമാണ്. ചായ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് അവൾ അവിടെ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, മാങ്ങാണ്ടി മോറി എന്ന് വിളിച്ചതുകൊണ്ട് ചായ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, മോളെ പോലെ ഇത്രയും സുന്ദരിയും സുമുഖിയും സുചരിതയും സുമാനസയും സുഭകയുമായ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു ഐശ്വര്യം, വഴിഞ്ഞൊഴുകയില്ല തേജസ്, ചെല്ലു പോയി ചായ എടുത്തുകൊണ്ട് വന്നു. സുന്ദരി എന്നൊക്കെ വിളിച്ചപ്പോൾ വലിയ സന്തോഷമായി. ഓടിപ്പോയി ചായ എടുത്തുകൊണ്ട് വന്നു. അവൾ ചായ എടുക്കാൻ പോയ സമയത്തിന് ഞാൻ നാക്കേ കുരിശ് വരച്ചു. നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാക്കേ കുരിശ് വരച്ചാൽ ആ ദോഷം മാറുമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സ്വർണ്ണമാല കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പെണ്ണുങ്ങൾക്ക് കിട്ടാത്ത സന്തോഷം അവരെ സുന്ദരി എന്ന് വിളിച്ചാൽ അവർക്കുണ്ടാവുമെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയെ പോലെ ഇരിക്കുന്നവരെ. എന്തായാലും അവൾ കൊണ്ടുവന്ന ചായ ഞാൻ കുടിച്ചു, ഡ്രസ്സ് ചെയ്തു, വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ കാണാം ഞങ്ങളുടെ ഗേറ്റിൽ ആരോ ഒരാളൊരു പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുന്നു. അപ്പോൾ ഇതവിടെ നിൽക്കുന്ന കാരണം എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഭാര്യയെ വിളിച്ചു. ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എടി നമ്മുടെ ഗേറ്റിൽ ആരോ ഒരു പോത്തിനെ കെട്ടിയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ചേട്ടാ അത് പോത്തല്ല, അത് എരുമയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലടി അത് പോത്താണ്. അവൾ സമ്മതിക്കില്ല, തർക്കമായി. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേശ്ശെ ദേഷ്യം വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് രാവിലെ ഉള്ള ചായയ്ക്ക് വേണ്ടി സുന്ദരി സുമുങ്ങി എന്നൊക്കെ വിളിച്ചതിൻ്റെ ഒരു കലിപ്പും മനസ്സിൽ കിടപ്പുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക, അപ്പോൾ ഞാൻ പറയാം അത് എരുമയാണോ പോത്താണോ എന്ന്. ഇവള് പറയണേ, അത് വേണ്ട, ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് നിന്നാൽ മതി, ഞാൻ ഇവിടുന്ന് വിളിച്ച് പറയാമെന്ന്, അത് പോത്താണോ എരുമയാണോ എന്ന്. അങ്ങനെ ഭാര്യയുടെ മുന്നിൽ വാലും മുറിഞ്ഞാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ ചെന്നു. അപ്പോൾ അത് സ്റ്റേറ്റ് സിലബസ് സ്കൂളാണ്. എപ്പോഴും ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമൊന്നും വരാറില്ല. പിന്നെ PTA മീറ്റിംഗ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ പോയിരുന്നത് വൈഫാണ്. അപ്പോൾ എനിക്ക് ഈ സ്കൂളിൻ്റെ അനാട്ടമി ശരിക്കും അറിയില്ല. അപ്പോൾ ഞാനിത് ആരോടെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് വരാന്തയിൽ നിൽക്കുമ്പോൾ പ്യൂണാണെന്ന് തോന്നുന്ന ഒരാളെതിരെ വരുന്നുണ്ട്. കയ്യിൽ കുറച്ച് പേപ്പറും ഫയലും സാമട്ടിലുള്ള നടപ്പും. അപ്പോൾ അയാൾ പ്യൂണാണെന്ന് വിചാരിച്ചു. അപ്പോൾ അയാളോട് ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക. അയാൾ അടുത്ത് വന്നപ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഈഗോ വർക്കൗട്ടായി. ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചു, വെർ ഈസ് പ്രിൻസിപ്പൾസ് റൂം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അയാൾ എടുത്തടിച്ച് പറയുകയാണ്, നോ 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 ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഇൻ മട്ടാഞ്ചേരി ആൻഡ് സക്സ് ഇൻ ദി എക്സാമിനേഷൻ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ താങ്ക് യു വെരി മച്ച് എന്ന്. ഈ പ്രായത്തിലും പകച്ചു പോയി ഞാൻ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ പറഞ്ഞത്, നിങ്ങളെന്താ ചോദിച്ചത്? ഞാൻ പ്രിൻസിപ്പളിൻ്റെ മുറി എവിടെയാണെന്ന് ചോദിച്ചു. അത് മലയാളത്തിനോട് ചോദിച്ചാൽ പോരെ, അത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് 2ാമത്തെ മുറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് മാത്രമല്ല ഈഗോ വർക്കൗട്ട് ആകുന്നത്. എന്തായാലും അയാളോട് മിണ്ടിയ സ്ഥിതിക്ക് അയാളൊന്ന് പരിചയപ്പെട്ടു. പേര് ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചന്തിരൂരാണെന്ന് പറഞ്ഞു. ചന്തിരൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തല അടുത്ത സ്ഥലം ചന്തിരൂർ. ഇയാൾ എന്നോട് ചോദിച്ചു ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴും എൻ്റെ ഈഗോ വർക്കൗട്ടായി. ഞാൻ പറഞ്ഞു കുണ്ടന്നൂരാണെന്ന് പറഞ്ഞു. പുള്ളി അമ്മിപ്പോയി. സത്യത്തിൽ ഞാൻ കുണ്ടന്നൂരല്ല താമസിക്കുന്നത്, ഞാൻ താമസിക്കുന്നത് പെരുമ്പടപ്പടുത്ത് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അത് എങ്ങനെ ഞാൻ ഒരാളോട് പറയും? ഒരാൾ ചോദിച്ചാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനാണ് താമസിക്കുന്നത് എങ്ങനെ ഞാൻ പറയും? പെണ്ണുങ്ങളുടെയൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും കിട്ടും. അവളുടെ അല്ലാണ്ട് വേറെ ആരുടെയെങ്കിലും അടിമാഞ്ചി എന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ തെറ്റിച്ചേ പറയുള്ളൂ. ആര് ചോദിച്ചാലും തെറ്റിച്ചേ പറയുള്ളൂ. പ്യൂണിൻ്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞ് അയാൾ പറഞ്ഞതുപോലെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 2ാമത്തെ മുറി കണ്ടുപിടിച്ചു, പ്രിൻസിപ്പളിൻ്റെ മുറി. അപ്പോൾ സാറേ ഇതുപോലെ തന്നെ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ആരാ പ്രിൻസിപ്പളെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി അപ്പോഴും എൻ്റെ ഈഗോ വർക്കൗട്ടായി. ഞാൻ ചോദിച്ചു, സാർ ഹൂ ഈസ് ദ പ്രിൻസിപ്പൾ എന്ന് ചോദിച്ചു. ഐ ഈസ് ദ പ്രിൻസിപ്പൾ. അതിലൊരാൾ പറഞ്ഞു, ഓ യു ആർ ദ പ്രിൻസിപ്പൾ. യെസ് ഐ ആർ ദ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാനിവിടെ എൻ്റെ മകൻ ഇവിടെ 10ൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവന് മാർക്ക് ഇംഗ്ലീഷിലൊരു ഇത്തിരി കുറവാണ്. എന്താണ് അതിൻ്റെ കാരണമെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി, എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ശരി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ഉടനെ പ്രിൻസിപ്പൾ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയും ഈ പ്യൂണിൻ്റെ ഇംഗ്ലീഷ് കേൾക്കാനുള്ള ബാല്യം എന്നിൽ അവശേഷിച്ചിട്ടില്ലാത്തത് കൊണ്ട് പുള്ളി കാണാതെ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പോഴും എനിക്ക് വീട്ടിലേക്ക് പോകാൻ നേരമായി. ഓൾ ദി ബെസ്റ്റ്.